കരിങ്കൊടി കാണിക്കൽ ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഇന്ന് യൂത്ത് കോൺഗ്രസും KSUവും നടത്തിയിട്ടുള്ള ഈ സംഭവത്തെ സമരം എന്ന് പറയാൻ വേണ്ടി കഴിയോ? ഇത് സമരമല്ല, ഇത് തനി ഗുണ്ടായിസമാണ്, ഇത് അങ്ങേയറ്റത്തെ റൗഡിസമാണ്. ഈ റൗഡിസവും ഗുണ്ടായിസവും ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കില്ല എന്നാണ് DYFI ഇവിടെ പ്രഖ്യാപിക്കുന്നത്. എങ്ങനെയാണ് തെരുവ് ഗുണ്ടകളെ ഈ നാട് കൈകാര്യം ചെയ്തത് എന്നപോലെ ഈ ഗുണ്ടാ സംഘത്തെ കേരളത്തിലെ യുവാക്കൾ കൈകാര്യം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ ആരോഗ്യമന്ത്രിയെ കഴുത്തിന് ആക്രമിച്ചു, ഭീകരമായ പരിക്ക് പറ്റിയിട്ട് ഇപ്പോ ICUവിൽ അഡ്മിറ്റ് ആയിരിക്കുക. വിദഗ്ധ ഡോക്ടർമാർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഈ നിലയിൽ ഒരു കായിക ആക്രമണം ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. പ്രതിഷേധവും മറ്റു പരിപാടികളെല്ലാം നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ അതെല്ലാം സാധാരണ കാര്യമാണ്. പക്ഷേ ഇത് അങ്ങേയറ്റത്തെ ക്രിമിനൽ ബുദ്ധിയോടുകൂടി നടത്തിയിട്ടുള്ള ഇടപെടലാണ്. ഈ സംഭവം സംബന്ധിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ കൃത്യമായ അഭിപ്രായവും നിലപാടും പറയേണ്ടതുണ്ട്. സമാധാനത്തെക്കുറിച്ച് വലിയ പ്രസംഗം നടത്തുന്ന ആളുകൾ, വായു തുറന്നാൽ സമാധാനത്തെക്കുറിച്ച് മാത്രം പ്രസംഗിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഇത്തരം സംഭവങ്ങളെ കാണുന്നത് എന്ന് ജനങ്ങൾക്കറിയാനുള്ള താല്പര്യമുണ്ട്. ഇതിവിടെയുള്ള 3-4 KSUക്കാരും യൂത്ത് കോൺഗ്രസുകാരും മാത്രം ആലോചിച്ച് നടത്തിയ കാര്യമാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ആരോഗ്യമന്ത്രിക്കെതിരായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ പരിണിത ഫലമാണിത്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ റീത്ത് വെച്ചത്. അതിന്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ഇതിൽ ആക്രമണം സംഘടിപ്പിച്ചത്. ഇത് VD സതീശന്റെ വ്യക്തമായ അറിവുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. VD സതീശന്റെ ഈ കുട്ടിപ്പട്ടാളം, VD സതീശന്റെ ഈ ക്രിമിനൽ സംഘമാണ് ഇവിടെ ആക്രമണം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇന്ന് നടന്നിട്ടുള്ള സംഭവത്തിന് കൃത്യമായ പ്രതികരണം രേഖപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇങ്ങനെ മന്ത്രിമാരെ ഈ നിലയിൽ വേട്ടയാടി ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരാം എന്നൊക്കെയാണ് കരുതെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയി. ഇത് കേരളം പ്രബുദ്ധമായ നാടാണ്. ഈ കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾ, ആ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും കേരളം ചർച്ച ചെയ്യാതിരിക്കാൻ ആവശ്യമായ നിലയിൽ കേരളത്തെ കലാപകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കമാണ്. ഇതിന് പിന്നിൽ കനകോലുവിന്റെ ഉൾപ്പെടെ ബുദ്ധിയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങളൊരു കാര്യം പ്രഖ്യാപിക്കുകയാണ്, കനകോലുവല്ല അതിനപ്പുറത്തെ ബുദ്ധിരാക്ഷസന്മാർ വന്നിട്ട് ഇവർക്ക് ഈ നിലയിലുള്ള വിവരങ്ങൾ കൊടുത്താലും അതിനെല്ലാം അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ജനകീയമായ കരുത്ത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ട് എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി വരുന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് നിങ്ങൾ 4 ആളെ റെയിൽവേ സ്റ്റേഷനിൽ അയച്ച് ഒളിയാക്രമണം നടത്തി, ഗുണ്ടാ മോഡൽ ആക്രമണം നടത്തിയിട്ട് ഭയപ്പെടുത്താനാണ് ഭാവമെങ്കിൽ അതിശക്തമായ നിലയിൽ തിരിച്ചടിക്കാൻ ഞങ്ങൾ നിർബന്ധിക്കപ്പെടും എന്നാണ് ഇത്തരം ക്രിമിനൽ സംഘങ്ങളോട് DYFIക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞങ്ങൾ ഒരു തരത്തിലും ഏകപക്ഷീയമായ ഒരാളെയും ആക്രമിക്കാറില്ല. പക്ഷെ ഈ നിലയിൽ കേരളത്തിലെ മന്ത്രിമാരെ, കേരളത്തിലെ ജനപ്രതിനിധികളെ തെരുവിലിറങ്ങി നടക്കാൻ നിങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് ഇമാതിരി ഗുണ്ടായുസവുമായിട്ട് മുന്നോട്ട് വന്നാൽ നാളെ നിങ്ങളുടെ നേതാക്കന്മാർ ഈ റോഡിലിറങ്ങി നടക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന രൂപത്തിലേക്ക് DYFI അതിശക്തമായ ഇടപെടൽ നടത്താൻ തയ്യാറാവും. ഞങ്ങൾ എന്തെങ്കിലും തരത്തിൽ സമാധാനം ഇല്ലാതാക്കാൻ ഉള്ള ആഹ്വാനമല്ല. പക്ഷേ സമാധാനത്തിന് ഈ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്, ക്ഷമിക്കുന്നതിനും ഒരതിരുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള തമ്മാടിത്തം, ഒരു വനിതാ മന്ത്രിയുടെ വീട്ടിൽ കടന്നു കയറിയിട്ട് കള്ളന്മാരെ പോലെ കടന്നു കയറിയിട്ട് റീത്ത് വെക്കുക, ഈ ക്രിമിനൽ സംഘം എന്തെല്ലാം തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസുകാരന്റെ വീട്ടിൽ നിന്നും പിടിച്ച കഞ്ചാവിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 5.5 കിലോ ആണ്. ഇത്തരത്തിൽ ഗുണ്ടായിസവുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ തിരിച്ചടിക്കാൻ തങ്ങൾക്കറിയാമെന്നാണ് DYFI പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.